അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. നമ്മുടെ ചീക്രട്ടണ്ണന്റെ ഒരു വീഡിയോ. അണ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അണ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീക്രട്ടണ്ണൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് 2-3 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അണ്ണനെ തകർക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം. എല്ലാ ബിഗ് ബോസ് ഷോയിലും എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലുള്ള ഒരു പരിപാടിയാണ്. ഒരാളെ മീൻ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര കോമഡി എലമെന്റ് ആയി. ഞാൻ അത് ഫണ്ണായിട്ട് എടുക്കുന്നത്. ഞാൻ ഐ ഡോണ്ട് കെയർ. അണ്ണൻ ഇതൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇരുന്ന് ഈ കൊണോണെന്ന് പറയുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഇത് സംഭവം എന്താന്ന് വെച്ചാല് അണ്ണൻ ഇപ്പൊ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ അടി വന്ന് എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറ, ഇമ്മാതിരി കമന്റ് ആണ് അണ്ണന് വന്നോണ്ടിരിക്കുന്നത്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. മാത്രമല്ല പഴയ പോലെ റീച്ചും ഇല്ല. പണ്ടൊക്കെ പുള്ളി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 19,000 മിനിമം ഒരു ആവറേജ് കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. 10,000 15,000 ഒക്കെയാണ്. പൈസ ഒന്നും കിട്ടുന്നില്ല. അതാണ് മനസ്സിലായത്. ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യമാ. ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തിന് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ. അപ്പൊ അണ്ണൻ പറഞ്ഞു വരുന്നത് അണ്ണനെ പൈസ കൊടുത്തു മനഃപൂർവ്വം അണ്ണനെ ഗണേഷ് കണ്ണാപ്പി ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന്, ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? എന്റെ പൊന്നണ്ണ, അണ്ണനകത്ത് പോയി കാട്ടിക്കൂട്ടിയ കാര്യം തന്നെ മതിയാണ്. ഇനി പ്രത്യേകിച്ച് പൈസ കൊടുത്ത് അണ്ണനെ ഇനി കണ്ണാപ്പിയാക്കേണ്ട ആ ഗതികേട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടെ? അണ്ണൻ തന്നെ അണ്ണനെ കണ്ണാപ്പിയാക്കി മൊത്തം വെച്ചിട്ടുണ്ട്. അണ്ണ ഈ പൈസ മുടക്കുന്നവരൊരു ബോധമില്ല അണ്ണ. ചാവാൻ നിൽക്കുന്ന ഒരുത്തിന് ആരെങ്കിലും കൊല്ലാൻ വേണ്ടി പോവൂടെ? കണ്ണേട്ട എന്തുവാ കണ്ണേട്ട? സീക്രട്ട് ഏജന്റ് ആയിട്ട് സംസാരിക്കും. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഗണേഷ് കണ്ണാപ്പിയാവാതെ. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമായിട്ട് കാറിയിരുന്ന് ഗർജിക്കുന്ന സിംഗമായിട്ട് അണ്ണനെയൊക്കെ നമ്മൾ ഉള്ളിക്കൊണ്ട് നടക്കുമ്പം അണ്ണനെ അതിനകത്ത് പോയ ഒരുമാതിരി കണ്ണാപ്പി പരിപാടി കാണിച്ച് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അണ്ണ അകത്തോട്ടില്ല ഗർജിക്കുന്ന സിംഗമായിട്ട് പോയിട്ടില്ല പാലുടിക്കുന്ന ആട്ടുകുട്ടിയായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂല. നമ്മള് പറയും. അത് ജെന്യൂനായിട്ടുള്ള റിയാക്ഷൻ അല്ലത് പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അണ്ണൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അണ്ണൻ 2-3 സീസണായിട്ട് ഇതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റ് സീസണിൽ അണ്ണൻ പോയ സമയത്ത് അണ്ണൻ ഭയങ്കര ഗർജിക്കുന്ന മറ്റേ സീക്രട്ട് ഏജന്റ് ആയിട്ട് ചെന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് അങ്ങോട്ട് ചെന്നത്. ആ ഒരു സെറ്റപ്പ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അണ്ണനെ അവന്മാർ എടുത്തില്ല. ഞാനിവിടെ കുറെ നേരമായി വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്ന താൻ കാണുന്നില്ലേ? സർ, വടി വിഴുങ്ങിയാൽ ഇങ്ങനെയാണോ നിൽക്കുന്നത്? അല്ലേ? അടുത്ത സീസൺ ആയപ്പോഴത്തേക്ക് അണ്ണൻ കുറച്ച് നയഞ്ഞ് കുറച്ച് മാനസാന്തരമൊക്കെ പെട്ട് എനിക്കൊന്ന് കുമ്പസരിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോയത്. അപ്പോഴാണ് അവര് എടുത്തത്. പൊന്നണ്ണ അണ്ണൻ ബിഗ് ബോസിലൊന്നും അല്ലായിരുന്നു അണ്ണൻ പോകേണ്ടത്. വല്ല കൗൺസിലിങ്ങിനെ കാണാൻ പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതാവുമ്പോ നാട്ടുകാരും അറിയത്തില്ല, വീട്ടുകാരും അറിയത്തില്ല, അണ്ണനും മറ്റേ ഡോക്ടർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇത് ചുമ്മാതെ മറ്റേ സെൽഫ് ക്ലെൻസിങ് മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അകത്തോട്ട് ചെയ്യുന്നു. ഉള്ള വിലയും കളഞ്ഞ് ഇപ്പൊ വണ്ടിക്കകത്തിരുന്ന് മറ്റേ കൊണോണ അടിക്കുമ്പോ നാട്ടുകാർ വന്ന് കണേഷ് കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുമ്പോ അണ്ണനെ അങ്ങോട്ട് കുരു പൊട്ടുന്നു. അതാണ് സംഭവം. മനസ്സിലായ? ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാരും ഇപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് അണ്ണനെ കാണുന്നത്. അണ്ണ ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനമായിട്ട് വരുമ്പോ ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിയും. സീക്രട്ട് ഏജന്റ് ഈസ് ബാക്ക് എന്നും പറഞ്ഞ് വരും. പക്ഷെ എന്നാലും അണ്ണന്റെ പഴയ ഒരു പവർ ഒന്നും ഇപ്പോഴത്തെ വീഡിയോക്ക് ഇല്ലണ്ണ. സീരിയസ്ലി വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഞാനൊക്കെ പണ്ട് കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഇപ്പൊ ഇല്ല. അണ്ണന്റെ വീഡിയോ 2x ഇട്ട് കണ്ടാൽ പോലും ഒരുമാതിരി ഇല്ല 0.5x കിടക്കുന്ന ഒരു ഫീലാണ്.
ഒരു മണവും ഗുണവും ഇല്ലാത്ത വീഡിയോസ് ആണ് ഇപ്പൊ അണ്ണൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ അതിനകത്തൊരു ഒരു ഗുമ്മുണ്ടായിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ വഴി പറഞ്ഞ പോലെ കേട്ടോ.